സഹോദരങ്ങളെ, വിശ്വാസത്തിലെ എൻ്റെ തനതായ ദൗത്യം എന്താണ്? സകല മനുഷ്യർക്കും ദൈവം ഓരോ പ്രത്യേക ദൗത്യം നൽകിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ സ്നേഹമെന്ന പ്രോജക്റ്റിലെ ഏജൻസാണ് നാം ഓരോരുത്തരും. സഭയുടെ ഓരോ ബ്രിക്സും പണിതുയർത്തുന്നതിൽ, സഭ കെട്ടിപ്പടുക്കുന്നതിൽ ഓരോ വ്യക്തിക്കും ആ വ്യക്തികൾക്ക് ദൈവം ഓരോ റെസ്പോൺസിബിലിറ്റീസ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ചെയ്യുന്ന റോൾസിന് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ വ്യക്തമാക്കുന്നത് പോലെ ശരീരത്തിലെ അവയവങ്ങൾ പലതാണെങ്കിലും അവയെല്ലാം ഒന്നു ചേർന്ന് ഒരു ശരീരമായി പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെ സഭയാകുന്ന ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ ഓരോ അംഗത്തിനും അതിൻ്റേതായ ധർമ്മമുണ്ട്. നമ്മിൽ ചിലർക്ക് പ്രബോധനത്തിലുള്ള കൃപ ലഭിച്ചിരിക്കാം, മറ്റു ചിലർക്ക് ശുശ്രൂഷിക്കാനുള്ള കൃപ, വേറെ ചിലർക്ക് രോഗശാന്തി നൽകാൻ ഉള്ള കൃപ, വേറെ ചിലർക്ക് മിഷണറി പ്രവർത്തനം, വേറെ ചിലർക്ക് മറ്റുള്ളവരെ ശുശ്രൂഷിക്കാനുള്ള കൃപ, മറ്റു ചിലർക്ക് മധ്യസ്ഥം യാചിക്കാനുള്ള കൃപ. ഇവയെല്ലാം സഹോദരങ്ങളെ ഒരേ ആത്മാവിൽ നിന്നാണ് വരുന്നത് എന്നുള്ളത് തിരിച്ചറിയാം, പരിശുദ്ധാത്മാവിൽ നിന്ന്. അതിനാൽ നമ്മുടെ ദൗത്യം ചെറുതാണെന്ന് കരുതി ഒരിക്കലും നമ്മൾ നിരാശപ്പെടരുത്. ഓരോ ദൗത്യവും ദൈവരാജ്യത്തിൽ അമൂല്യമാണ്. അത് ദൈവം ഓരോരുത്തർക്കും ഏൽപ്പിച്ചിരിക്കുന്ന താലന്താണ്. താലന്തുകളുടെ ഉപമയെ നമുക്കൊന്ന് വിചിന്തനം ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ആ യജമാനനാണ് ഓരോരുത്തർക്കും താലന്തുകൾ സെപ്പറേറ്റായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആർക്കെന്ത് കൊടുക്കണം എന്നുള്ളത് യജമാനൻ്റെ തീരുമാനമാണ്. നമ്മുടെ താലന്തുകൾ തിരിച്ചറിഞ്ഞ് അവ ദൈവമഹത്വത്തിനായി നമുക്ക് ഉപയോഗിക്കാം. അതാണ് നമ്മുടെ ഉത്തരവാദിത്തം. ഈ ലോകത്തിലെ പാപങ്ങളും തിന്മകളും തിരിച്ചറിഞ്ഞ് നമ്മുടെ തനതായ ദൗത്യത്തിലൂടെ അവയെ അതിജീവിക്കാൻ നാം അനുദിനം പരിശ്രമിക്കണം. നാം ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ സാക്ഷികളാണ്. മറ്റുള്ളവർക്ക് കർത്തൃ സാക്ഷികളായി മാറി മറ്റുള്ളവരുടെ ജീവിതത്തിൻ്റെ ഇരുട്ടിൽ പ്രകാശമായി നാം കത്തണം. കർത്താവായ യേശുവിന് വേണ്ടി, കർത്താവായ യേശുവിൻ്റെ 2-ാം വരവിനായി നാം തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ഈ അന്ത്യകാല നിമിഷത്തിൽ നമ്മുടെ ദൗത്യം പൂർത്തിയാക്കിയെന്ന് ഉറപ്പാക്കണം. കാരണം നാം കർത്താവിന് കണക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. നമുക്ക് നൽകിയ താലന്ത് കൊണ്ട് നാം എന്ത് ചെയ്തു എന്നുള്ളതിൻ്റെ കണക്ക് കർത്താവിനടുക്കൽ നാം ബോധ്യപ്പെടുത്തിയേ മതിയാവൂ. ഈ ദൗത്യം നിറവേറ്റുമ്പോൾ നമുക്ക് ആശ്വാസവും സമാധാനവും കണ്ടെത്താൻ സാധിക്കും. ഈ ബോധ്യത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.